CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അടുത്തയാഴ്ച വീണയ്ക്ക് നോട്ടീസ് നൽകാനാണ് ഇഡിയുടെ തീരുമാനം. വീണ ഏകദേശം 85 ലക്ഷം രൂപയ്ക്ക് തുല്യമായ 3.49 ലക്ഷം ദിർഹം ദുബായിലേക്ക് കൈമാറിയെന്നും ഇഡി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. വരുമാനത്തെക്കാൾ കൂടുതൽ പണം വീണ കൈകാര്യം ചെയ്തെന്നും കേസിൽ ഹവാല ഇടപാടിന് തെളിവുണ്ടെന്നും ഇഡി ആരോപിക്കുന്നു. വീണ ഉപയോഗിച്ചത് എന്ന് അന്വേഷണ ഏജൻസി പറയുന്ന സിം കാർഡുമായി ബന്ധപ്പെട്ടും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടെ വീണയ്ക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. വീണയുടെ പണമിടപാടുകളെ മുൻനിർത്തി മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇഡി തീരുമാനം. അതേസമയം കേസിലെ ഇഡി നടപടി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന CPIM ആരോപണം അതേപടി ഏറ്റുപിടിക്കാൻ CPI തയ്യാറായിട്ടില്ല. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ വീണയെ വിടാതെ പിന്തുടരുകയാണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്? കാണാം RDX റാപ്പ്. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് ഇഡി നീക്കം. വീണ വിദേശത്തേക്ക് പണം അയച്ചതിന്റെ തെളിവുകൾ ലഭിച്ചതായി ഇഡി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഹവാല ചാനലുകളിലൂടെയാണ് പണം കൈമാറിയതെന്നും അത് ആർക്കാണ് അയച്ചതെന്നതിൽ വിശദമായ അന്വേഷണം വേണമെന്നുമാണ് ഇഡി വാദം. വീണയിൽ നിന്ന് കണ്ടെത്തിയ ഡയറിയിൽ സൂക്ഷിച്ച കണക്ക് പ്രകാരം വിദേശത്തേക്ക് കൈമാറിയ തുക വരുമാന സ്രോതസ്സുകളേക്കാൾ കൂടുതലാണെന്നും ഇഡി ആരോപിക്കുന്നു. വീണ ഉപയോഗിച്ചെന്ന് അന്വേഷണ ഏജൻസി പറയുന്ന സിം കാർഡുമായി ബന്ധപ്പെട്ടും അന്വേഷണം പുരോഗമിക്കുകയാണ്. 2024 മുതൽ ഇന്റർനെറ്റ് കോൾ ചെയ്യാൻ വേണ്ടിയാണ് വീണ ഈ സിം ഉപയോഗിച്ചിരുന്നതെന്നാണ് ഇഡിയുടെ നിഗമനം. സിം എടുത്തു നൽകിയത് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തായ നന്ദുലാൽ ആണെന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വീണ വിജയനുമായി ബന്ധമുള്ളതായി ആരോപണമുള്ള ലേക്കർ ഇന്ത്യയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇഡി ഉയർത്തുന്ന ആരോപണങ്ങളെല്ലാം തള്ളി PA മുഹമ്മദ് റിയാസ് MLA രംഗത്തെത്തി. കാണാം. ഗവൺമെൻറ് മാറി പുതിയ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ റെയ്ഡുകൾ നടന്നു. കോഴിക്കോട് റെയ്ഡ് നടന്നു. റെയ്ഡിൽ ഒന്നും തന്നെ നിയമവിരുദ്ധമായ ഒരു കാര്യം തന്നെ കിട്ടിയില്ല. തിരുവനന്തപുരത്തും കിട്ടിയില്ല, കോഴിക്കോടും കിട്ടിയില്ല. വീണ ഇതാ ഒരു പുതിയ സ്ഥാപനം ലേക്കർ എന്ന സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നു. അതൊരു പുതിയ സ്ഥാപനമൊന്നുമല്ല. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നോമിനേഷൻ പേപ്പർ നോക്കിയാൽ മതി. അപ്പോൾ ഈ വിഷയം രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഞാനും ഇതുകൊണ്ടാകെ ഭയപ്പെട്ട് ഓടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയുണ്ട് ചില MLA മാർ കൈപ്പത്തിയിലും മറ്റുമൊക്കെ ജയിച്ചിട്ട് ഇഡിനെ പേടിച്ച് BJP ആയവർ. വീണ ടിക്കെതിരെ ഇഡി പുറത്തുവിട്ട വിവരങ്ങൾ ഗൗരവ സ്വഭാവത്തിലുള്ളതെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. വീണ വ്യക്തിയെന്ന് മാത്രം പറഞ്ഞൊഴിയാൻ പിണറായി വിജയനോ PA മുഹമ്മദ് റിയാസിനോ ഇനി കഴിയില്ല എന്നും മാത്യു കുഴൽനാടൻ വിമർശിച്ചു. വീണ ഒരു വ്യക്തിയാണ്, അവർക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന നിലയിലാണ്. അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ പിണറായി വിജയനോ മുഹമ്മദ് റിയാസിനോ അല്ലെങ്കിൽ CPM-നോ കഴിയില്ല. കാരണം വീണ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. വീണ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകളും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മുൻ മന്ത്രിയുടെ ഭാര്യയുമാണ്. ഇനിയും അങ്ങേക്ക് കൈകൾ ശുദ്ധമാണ് എന്ന് മലർത്തി പറഞ്ഞുകൊണ്ട് CPM പാർട്ടി കമ്മിറ്റിയിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പറയാൻ കഴിയില്ല. ഇഡി നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന CPIM ആരോപണം ഏറ്റുപിടിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തയ്യാറായില്ല. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊന്നും ഞങ്ങളുടെ കാര്യമല്ലല്ലോ. ഇതിലൊന്നും CPI കക്ഷിയല്ല. ഇത്തരം ഒരു കൊടുക്കലും വാങ്ങലും ഒരു പങ്കും CPIക്കില്ല, ഉണ്ടാവുകയുമില്ല. ഇടതുപക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ, ഒരു ബന്ധമില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM പറയുന്നുണ്ട്. അങ്ങനെ നിലപാട് CPIക്ക് ഉണ്ടോ? രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. ഇഡിയുടെ അന്വേഷണത്തോട് ഒരിക്കലും യോജിപ്പില്ല എന്ന് മന്ത്രി K മുരളീധരൻ ഇന്ന് പ്രതികരിച്ചപ്പോൾ അന്വേഷണത്തെ രാഷ്ട്രീയ വേട്ടയായി വ്യാഖ്യാനിക്കേണ്ട എന്നാണ് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്ന് നിലപാടെടുത്തത്. അല്ല, ആ വിഷയം തന്നെ ഏത് വിഷയത്തിലാണെങ്കിലും ഇഡിയുടെ അന്വേഷണത്തിനോട് ഞങ്ങൾ ഒരു കാലഘട്ടത്തിലും യോജിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അന്വേഷണം വഴിക്ക് നടക്കട്ടെ, ഇവിടെ ഞങ്ങൾ ഇടപെടുന്നില്ല. രാഷ്ട്രീയ വേട്ടയാണെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇന്നലത്തെ പത്രക്കുറിപ്പിലെ വസ്തുതകൾ നിഷേധിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. വീണ വിജയൻ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവല്ലല്ലോ.
കോഴിക്കോട് പന്തീരാങ്കാവിന് സമീപത്തെ 2 നില കെട്ടിടത്തിന്റെ 1-ാം നിലയിലാണ് ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ വിലാസമുള്ളത്. 3 വർഷം മുമ്പാണ് ഡോക്ടർ അനീസിന്റെ പേരിൽ കെട്ടിടം വാടകയ്ക്ക് നൽകിയതെന്ന് കെട്ടിട ഉടമ ഇന്ന് പ്രതികരിച്ചു. മുകളില് 1-ാം നിലയില് ഫേക്കർ ഇന്ത്യ എന്ന് പറയുന്നതില്ല, അത് ആരാ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്? അതിവിടെ കോഴിക്കോടുള്ള ഒരു ടീമാണ്. എന്താ അനീസാണ് വാടകയ്ക്ക് എടുത്തിട്ട് അല്ലേ? അവര് ഇത് എത്ര കാലമായി നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട്? ഓക്കെ, ഇത് ഏകദേശം ഒരു 3 ദിവസമായി ഉണ്ടാവും. അയാള് മെട്രോസിൽ വർക്ക് ചെയ്യാണല്ലോ. അപ്പൊ ആ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഒരു ഹോൾസെയിൽ ബിസിനസ് തുടങ്ങാനാണ്. അതിന്റെ ഓഫീസ് ആവശ്യത്തിനാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. വീണ എങ്ങനും ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. വീണ വന്നിട്ട് ഒരിക്കൽ പോലും വന്നിട്ടില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. വീണ തുടക്കത്തിൽ ഉണ്ടെന്ന് അറിയാണെങ്കിൽ ഞാൻ കൊടുക്കുന്നില്ലല്ലോ. ദിബഹർഷ, പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ളൊരു വലിയ ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ അത് ED വാർത്താക്കുറിപ്പിലൂടെ തന്നെ പുറത്തേക്ക് പറയുക എന്ന സാധാരണഗതിയിൽ മറ്റുള്ള കേസുകളിലും കാണാത്തൊരു സ്വാഭാവികമല്ലെന്നല്ല, അസാധാരണമെന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു കാര്യവുമുണ്ട്. എന്താ തോന്നുന്നത്? അതെ, നേരത്തെ ഈ ലാവ്ലിൻ കേസിൻ്റെ കാലത്ത് സനീഷിന് ഓർമ്മയുണ്ടാവുമല്ലോ, അന്ന് വൃത്തങ്ങളുടെ സൂചന, CBI വൃത്തങ്ങളുടെ സൂചന വെച്ചാണ് എല്ലാവരും വാർത്ത ചെയ്തത്. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ എപ്പോഴും അത് ചർച്ചയിൽ വരുമ്പോൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, CBI ഇതുപോലെ വാർത്താക്കുറിപ്പുകൾ കൊടുക്കാറില്ലായിരുന്നു. പക്ഷേ CBI വൃത്തങ്ങളുടെ സൂചന പല റിപ്പോർട്ടർമാർക്കും പല രൂപത്തിൽ കിട്ടുമായിരുന്നു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിൽ ഈ വൃത്തങ്ങളുടെ സൂചനകളെല്ലാം ഈ യഥാർത്ഥത്തിൽ വസ്തുതകളായിരുന്നില്ല എന്നാണ് പിന്നീട് നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. ഇവിടെ എന്താണ്, ഇവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വാർത്താക്കുറിപ്പ് തന്നെ ഇറക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വൃത്തങ്ങളുടെ സൂചന കൊണ്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യം തൽക്കാലം മാധ്യമപ്രവർത്തകർക്കില്ല. അക്കാര്യത്തിൽ ഉദാരമായ സഹായം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ സനീഷ്, കോൺഗ്രസിന് തന്നെ ഒറ്റയൊരു അഭിപ്രായം ഇതിൽ പറയാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിഷയമാണ്. അപ്പോൾ ഇതിലൊരു അഭിപ്രായം പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടേറിയ വിഷയവുമാണ്. കോൺഗ്രസ് ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നതല്ല സണ്ണി ജോസഫ് പറയുന്നത്. കെ മുരളീധരൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഏത് ഇടപെടലിനെയും കുഴപ്പമായിട്ടാണ് കാണുന്നതെങ്കിൽ സണ്ണി ജോസഫ് അങ്ങനെ കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിഷയമാണിത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കറിയാമല്ലോ, ഇത് 182 കോടിയുടെ കേസാണ്. അതിനപ്പുറത്ത് വേറൊരു 91 കോടി കിടപ്പുണ്ട് എന്ന് പറയുന്നു, അത് വേറെ. 182 കോടി എന്തായാലും നമുക്ക് മുന്നിൽ കഴിഞ്ഞ 15 വർഷം കൊണ്ട് CMRL പലർക്കായി കൈക്കൂലിയായി കൊടുത്തതാണ് എന്ന് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്ന തുകയാണ്. അതിൽ 2,78,00,000 രൂപയാണ് വീണയ്ക്ക് കൈമാറിയെന്ന് പറയുന്നത്. ഇതിൽ സ്വാഭാവികമായും നമ്മൾ അന്വേഷിക്കുക എന്താണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീണയ്ക്ക് എതിരെയുള്ള അന്വേഷണത്തിൻ്റെ ഈ ദ്രുത നീക്കം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകളാണ് വീണ ടി എന്നതുകൊണ്ട് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ്, സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ലാത്ത ചില കാരണങ്ങൾ കൂടിയുണ്ട്. അത് കൂടി ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ കൗതുകകരമായ ചില തലങ്ങളിലേക്ക് പോവുക. അത് വേറൊന്നുമല്ല, ഈ ബാക്കി വരുന്ന ഈ വലിയ തുകയുണ്ടല്ലോ, അതെവിടെ പോയി എന്നുള്ളത് ആലോചിക്കുമ്പോൾ അത് കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഈ പണം കൈപ്പറ്റിയിരിക്കുന്ന ഈ റെസിപ്പിയൻറ്റുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത് ഇനീഷ്യലുകളോ ഒക്കെ അജ്ഞാതരോ ഒക്കെയാണ്. അങ്ങനെ പോയിട്ടുള്ള തുകയാണ് ഈ കനപ്പെട്ട തുക. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമുള്ള പണിയാണ്. പ്രത്യേകിച്ച് വിയർപ്പിൻ്റെ വിഷമമുള്ള ഏജൻസികൾക്കൊക്കെ ഒട്ടും പറ്റാത്ത ഒരു പരിപാടിയാണത്. അപ്പോൾ എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാവുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ പിന്നാലെ പോകാവുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? കാരണം എല്ലാ ട്രാൻസാക്ഷൻസും ബാങ്ക് ത്രൂ ആണ്. കൃത്യമായി ബാങ്ക് വഴി ഇന്നയാൾക്ക് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഇടപാടാണ് വീണ ടിയുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് എളുപ്പത്തിൽ അത് ട്രേസ് ചെയ്യാം. അപ്പോൾ അതിന് പിന്നാലെ പോവുക, അതിൽ വലിയ വാർത്താ സാധ്യതയുണ്ട്. അത് തീർച്ചയായും ഈ പറയുന്ന കേന്ദ്രം ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ട് എന്നോ BJP ആഗ്രഹിക്കുന്നുണ്ട് എന്നോ CPM ആരോപിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി തന്നെ അതിനെ പരിവർത്തിപ്പിക്കാൻ പോകുന്ന ഒരു കേസ് സംഗതിയുമാണ്. ഇതെല്ലാം കൊണ്ടാണ് ഇത് ഈ നിലയ്ക്ക് ശ്രദ്ധ. പിന്നെ നമുക്കെല്ലാവർക്കും താല്പര്യമുണ്ടല്ലോ, ഇപ്പോൾ പിണറായി വിജയൻ്റെ മകൾ ആണ് വീണ ടി എന്നതുകൊണ്ട് തന്നെ അതിന് ആ ഒരു മാധ്യമ ശ്രദ്ധ ലഭിക്കും, ആ താല്പര്യവുമുണ്ട്. പക്ഷേ CPM ആരോപിക്കുന്നത് പോലെ അല്ലെങ്കിൽ കെ മുരളീധരൻ ആരോപിക്കുന്നത് പോലെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് സംശയിക്കാവുന്ന സാഹചര്യങ്ങളെല്ലാം CPMന് മുന്നിലുണ്ട്. കാരണം കേന്ദ്ര ഏജൻസിയെ കൊണ്ട് ഇത്തരത്തിലുള്ള വിവിധ അന്വേഷണങ്ങൾ രാജ്യം മുഴുവൻ ഇത്തരത്തിൽ BJP സർക്കാർ നടത്തുന്നു എന്നുള്ളത് ആരോപണമായും ഒരു പരിധിവരെ വസ്തുതയായും നമുക്ക് മുന്നിലുള്ള കാര്യമാണ്.
ആ കാര്യത്തിൽ കോൺഗ്രസിനും ഇത് സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ നേരെയാകുമ്പോൾ അത് ഇതേ ആരോപണം തന്നെയാണ് അവർക്കും ഉള്ളത്. അപ്പോൾ ഇവിടെ കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പക്ഷേ ഈ കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമായതുകൊണ്ട് സണ്ണി ജോസഫിന് കുറച്ച് മാറ്റി പറയേണ്ടി വരുന്നു. നല്ല കയ്യടി കിട്ടുന്ന വിഷയമായതുകൊണ്ട് മാത്യു കുഴൽനാടൻ ആവേശത്തോടെ ഇറങ്ങി തിരിക്കേണ്ടി വരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇത് ഈ വാർത്താക്കുറിപ്പടക്കം നിഗൂഢമായ ഒരു വാർത്താക്കുറിപ്പെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിൽ ഈ ചേർത്ത് വയ്ക്കാവുന്ന കണ്ണികളില്ല. പക്ഷേ അവിടെയും ഇവിടെയും തൊടാത്ത ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് വേണ്ടിയിരുന്നോ? അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത ഉണ്ടായതിന് ശേഷമല്ലേ വാർത്താക്കുറിപ്പ് വേണ്ടത്? അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ ഈ വാർത്താക്കുറിപ്പ് എന്നത് ഒരു 10 ദിവസത്തെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വക എന്ന നിലയ്ക്കാണോ കണ്ടിരിക്കുന്നത് എന്നൊക്കെ സംശയിക്കാവുന്ന തരത്തിൽ തന്നെയാണ് ഈ വാർത്താക്കുറിപ്പും പുറത്തു വന്നിരിക്കുന്നത്. കാരണം എന്താ, കൂട്ടിച്ചേർക്കാനാവാത്ത ചില കാര്യങ്ങൾ, അതായത് CMRLൻ്റെ കാര്യം പറയുന്നുണ്ട്, ഈ പറയുന്ന 182 കോടിയുടെ കാര്യം പറയുന്നുണ്ട്, ഈ 2.78 കോടിയുടെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അതിലേക്കല്ല പോയിരിക്കുന്നത്, അതിനും വെളിയിലേക്ക് അത്യുത്സാഹത്തോടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോയിരിക്കുന്നത് എന്താണ്, അവിടെ എഴുതി വെച്ചിരിക്കുന്ന കണക്കിൽ എവിടെയോ ഒരു കടലാസിൽ ഈ കോടികളുടെ കണക്കുണ്ടെന്ന്. ഞാനൊക്കെ ഇവിടെ ഈ ഓണം ബമ്പർ എടുത്തതിന് ശേഷം ഇരുന്ന് സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ എഴുതി കൂട്ടും. ഒരു കടലാസ് മുഴുവൻ കണക്കുകൾ കണ്ടു കഴിഞ്ഞാൽ ചെറിയ കോടികളൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കണക്കുകൾ വരാം ഒരു കടലാസിൽ. പക്ഷേ അതിനെ എങ്ങനെയാണ് ഇങ്ങനെ ഊഹിക്കുന്നത്? ഇനിയിപ്പോൾ സിം എടുത്തിരിക്കുന്നത് സിമ്മിൻ്റെ ഫോട്ടോ കണ്ടു, അതുകൊണ്ട് ഇത് എന്താണ് വിദേശത്തേക്ക് ഇൻ്റർനെറ്റ് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന് വേണ്ടി മറ്റൊരാളുടെ പേരിലെടുത്ത സിമ്മിൻ്റെ ഫോട്ടോയാണ്. ഇതെങ്ങനെയാണ് ഇങ്ങനെ അത് കണ്ടെത്തിയോ? ഇങ്ങനെ ഒരു ഊഹം, അതായത് ഇവർക്ക് ഈ എന്താണ് നന്നായി ഭാവന വിടർത്തിയാടിയിട്ട് അത് പേപ്പറിലാക്കി ഇതൊരു അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടമാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാവുന്ന ഒരു സംഗതിയാണോ ഇത്? എനിക്ക് സംശയമുണ്ട്. കാരണം ഇങ്ങനെ എന്താണ് അവ്യക്തമായ ഇത്തരം വാർത്താക്കുറിപ്പുകൾ സാധാരണ നമ്മൾ കാണാറില്ല. അതങ്ങനെ നിരന്തരം കണ്ടു പരിചയിക്കുന്ന രീതി നമുക്കില്ലാത്തത് കൊണ്ട് ഇത്തരം അന്വേഷണ ഏജൻസികൾ അങ്ങനെയല്ലല്ലോ തരിക. ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അതെന്താണ് എന്നുള്ളത് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെ ഇത് കാണേണ്ടി വരുമ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംശയം, പിന്നെ നമ്മളെക്കാൾ CPMന് പലതരത്തിലുള്ള സംശയം കാണും. കാരണം എന്താ, ഇപ്പം ഇത് ഈ അന്വേഷണം പോകുന്നത് വേറെ എവിടെയൊക്കെയാണ്. അതായത് ഈ പണത്തിൻ്റെ ഉറവിടവും കഴിഞ്ഞ് വീണയുടെ ഡയറിയിൽ കണ്ട ഏതോ ഒരു കുറിപ്പ് വഴി എവിടെയൊക്കെയോ അങ്ങ് പോകുന്നു. ആ പണം ഇനി പണം ഇവിടുന്ന് പണം വിദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഏതാണ്ട് 80 ലക്ഷത്തിന് മേൽ 85 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ മണി ഏതാണ്ട് അത്രയും വരുന്ന തുക ഇവിടെ നിന്ന് വിദേശത്തേക്ക് വീണ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഞാനിപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതും ഈ വീണ അതിനേക്കാൾ കൂടുതൽ പണം ഈ എക്സാലോജിക്കിൽ നിന്ന് ഈ CMRL നിന്ന് തന്നെ വീണയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നിയമപരമായ അതിൻ്റെ സാധ്യത നോക്കുമ്പോൾ ഈ പണം ഒരു വർഷത്തിൽ 2 കോടി വരെ ആണെന്നാണ് എൻ്റെ കണക്ക് തോന്നുന്നത്. അയക്കാവുന്ന നിയമം ഇവിടെ നിലവിലുമുണ്ട്. അതവിടെ നിക്ഷേപത്തിനോ മറ്റെന്തെങ്കിലും അത്തരം കാര്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് അയക്കാവുന്ന നിയമപരമായ സാധ്യത നിലനിൽക്കെ അത് പോയി എന്നുള്ളതിനെ എങ്ങനെയാണ് നമുക്കൊരു ഒരു നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയായി ഈ സമയത്ത് തന്നെ കണ്ട് വിലയിരുത്തി അതിന്മേൽ ചർച്ച നടത്തി പോകാൻ കഴിയുക? എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല അപ്പുറത്ത് ഈ വേറൊരു വലിയ തുകയുടെ കണക്ക് പറയുന്നുണ്ടല്ലോ, 20 കോടിയുടെ കണക്ക്. 20 കോടി ഈ പറഞ്ഞതുപോലെയാണ്. ചിലപ്പോൾ ഓണം ബമ്പർ എടുത്തതിന് ശേഷം എഴുതി കൂട്ടിയതാകാനും മതി, എനിക്കറിയില്ല. ഇനിയിപ്പോൾ കൂടുതൽ വിവരമുണ്ടെ അവർ പറയണം, ഇന്ന വ്യക്തികൾ വഴി ഇന്ന രീതിയിലുള്ള ഇടപാട് നടന്നു എന്നുള്ള കാര്യം പറയണം. അപ്പോൾ ഈ പണം പോയത് എങ്ങനെയാണ് അതിനകത്ത് വ്യക്തതയില്ല. അവസാന വരിയിൽ, ഈ വാർത്താക്കുറിപ്പിൻ്റെ അവസാന വരിയിൽ ഏതോ ഒരു ഹവാല കണ്ടു, എവിടുന്ന് കണ്ടു, ആരുടെ കണ്ടു എന്നുള്ളത് പറയുന്നില്ല. ഈ പണത്തെക്കുറിച്ച് അങ്ങനെയോട്ട് പറയുന്നുമില്ല, ആരോപിക്കുന്നുമില്ല. ഈ 80 ലക്ഷത്തിന് മേൽ പോയ തുകയെക്കുറിച്ച് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുമില്ല. അപ്പോൾ വലിയ തുക വാങ്ങിയ കുറേ പേർ ഇവിടെയുണ്ട്. അതായത് ഈ പറഞ്ഞ 182 കോടിയുടെ കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അതിൽ രേഖ ഉൾപ്പെടെ കൈമാറപ്പെട്ട തുകയാണ് 2,78,00,000 രൂപ. അതിന് പിന്നിലാണ് ആ എളുപ്പമുള്ള വഴിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉള്ളത്. ബാക്കിയുള്ളതിനെക്കുറിച്ച് തൽക്കാലം അവർ മിണ്ടുന്നില്ല. ഇത് ചില അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ വരുന്നത് ഒഴിച്ചാൽ. പക്ഷേ എപ്പോഴെങ്കിലും ഇവരന്വേഷിച്ച് വരുമെന്നുള്ള കാര്യത്തിൽ ഈ കെ മുരളീധരന് സംശയമില്ല കേട്ടോ. കാരണം ഇവർക്ക് ഡൽഹിയിലും ബാക്കി എല്ലാ സ്ഥലത്തും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇത് ചെയ്യാമെങ്കിൽ ആ കാര്യത്തിൽ സംശയിക്കേണ്ടതറിയാം. രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ എടുത്ത കേസുകളിൽ ഏതാനും ശതമാനം, വിരലിലെണ്ണാവുന്ന കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസുകൾ. ബാക്കി എല്ലാ കേസുകളും ഈ പറഞ്ഞ പോലെ ജലരേഖയായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത്.
ഇതിൽ പക്ഷേ വ്യത്യസ്തമായ ഇതൊക്കെ കൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ സംശയിക്കാം. ഇനി സമാനമായ സ്വഭാവത്തിൽ നമുക്ക് വിലയിരുത്താവുന്ന ഒരു കേസാണ് കൊരട്ടിയിലെ ഈ കുഴൽപ്പണ കേസ്. ആർക്ക് BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടകരയിലെ കേസ് നമുക്ക് ഇതുമായി നമ്മൾ താരതമ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെന്താണ് ആ കേസ് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ആ കേസിൻ്റെ ഉറവിടത്തിലേക്ക് അന്വേഷണം പോയേയില്ല. അത് ഞങ്ങളുടെ വിഷയമേ അല്ല എന്ന് പറഞ്ഞു. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രിഡിക്കേറ്റ് ഒഫൻസായി ഈ 2 കേസുകളിലും വേണമെങ്കിൽ കാര്യങ്ങൾ ഇവർക്ക് പരിഗണിച്ച് മുന്നോട്ട് നീങ്ങാമെന്നിരിക്കെ ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ നീങ്ങുകയും പക്ഷേ വളരെ നേരത്തെ അതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചു. ഞങ്ങൾക്ക് ഈ കേസിൽ വേറെ ഇടപാടൊന്നുമില്ല, ഉറവിടമൊക്കെ വേറെ ആരെങ്കിലും അന്വേഷിക്കണം എന്നുള്ള സമീപനത്തിലേക്ക് അവർ പോയി. അവർക്ക് അന്വേഷിക്കാൻ താല്പര്യവുമില്ല, അതിൻ്റെ സാധ്യതയുമില്ല എന്നതിലേക്ക് കാര്യങ്ങൾ പോയി. കൊടകര കേസിൽ ഇതാണ് എടുത്ത സമീപനമെന്ന് CPM-നും അറിയാം, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഇനി ED ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് എന്താണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എടുത്തിരിക്കുന്ന സമീപനം? 7 മാസം 8 മാസമായി ആ കേസ്, പക്ഷേ എങ്ങും എത്തിയിട്ടില്ല. ആ കേസ് ഈ മട്ടിൽ തന്നെയാണ്. അത് കൊടകര കുഴൽപ്പണം പോയ പോലെ ആ കുഴലിലൂടെ അങ്ങ് പോകുന്ന മട്ടിലാണ് നിലവിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ നീക്കം എന്ന് സംശയിക്കാം CPM-ന്. ഇനി ഒരു കാര്യം കൂടെയുണ്ട്, ഇവിടെ വേറെ എന്തെല്ലാം അഭ്യാസങ്ങളും അക്രമങ്ങളും നടത്തി. ഇപ്പോൾ KT ജലീലിൻ്റെ കാര്യത്തിൽ സനീഷിന് അറിയാമല്ലോ. KT ജലീലിൻ്റെ കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം എവിടെ എത്തി? തോമസ് ഐസക്കിനെ വിളിച്ചിരുത്തി ഒന്ന് ചോദ്യം ചെയ്യാൻ ഇതുവരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നടന്നിട്ടില്ല ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് എന്നുള്ളത് അറിയാമല്ലോ. സ്വർണ്ണക്കടത്ത് കേസ് എന്തായി, എവിടെ എത്തി? അപ്പോൾ ഈ നിലയ്ക്കുള്ള കേസുകളാണ് ഇവർ കൈകാര്യം ചെയ്യുന്ന കേസുകൾ. യഥാർത്ഥത്തിൽ ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് ചെന്ന് നിൽക്കുന്നതോ അതിൻ്റെ തെളിവുകളിലേക്കോ അതിൻ്റെ ശിക്ഷകളിലേക്കോ എത്തിക്കാൻ കഴിയുന്നതോ അല്ല എന്നും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുമുള്ള ചിന്ത CPM-നുണ്ട്. അതാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. പിന്നെ ഈ സമയത്ത് എന്തിനാണ് CPM-ന് നേരെ, ഇപ്പം ഞാൻ ഇന്നലെ ഒരു ചാനലിൽ തന്നെ ഒരു പരിപാടി കണ്ടപ്പോൾ ഈ സമയത്ത് എന്തിനാണ് CPM-ന് നേരെ രാഷ്ട്രീയമായി അങ്ങനെ ഒരു നീക്കം ഇവർ നടത്തുന്നത്? CPM-ന് നേരെയാണെങ്കിൽ അങ്ങനെ ആലോചിക്കേണ്ടതില്ലല്ലോ. പിണറായി വിജയൻ്റെ മകളല്ലേ, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയ നീക്കം നടത്തേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെയുള്ള വാദങ്ങൾ ഞാൻ മറ്റൊരു സ്ഥലത്ത് കണ്ടതാണ്. അപ്പോൾ CPM ഇപ്പോൾ ഇത്രയും ദുർബലമായി നിൽക്കുന്ന CPM-നെ എന്തിനാണ് ഇനി ഈ മട്ടിൽ കൈകാര്യം ചെയ്യുന്നത്? ഇവിടെ ഇപ്പോൾ ദുർബലം CPM-ആണ്. ഇനി കൂടുതൽ ദുർബലമാക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനമായി CPM-നെ അവർ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ ദുർബലമാക്കിയാൽ ഇവിടെ ആർക്കാ നേട്ടം? ഇവിടെ BJPക്ക് സ്വാഭാവികമായും വേരുറപ്പിക്കാൻ കഴിയും. അപ്പോൾ ഈ രാഷ്ട്രീയ പദ്ധതിയാണ് ഇത് എന്നുള്ള ആരോപണം ശരിയാണെങ്കിൽ, ഞാൻ ആരോപിക്കുന്നതല്ല, ആ ആരോപണം ശരിയാണെങ്കിൽ ആ നിലയ്ക്ക് ഇവർക്ക് ആലോചിക്കാം. ആ ആലോചനയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സംശയം CPM-നുണ്ടാകാം. പക്ഷേ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിൻ്റെ പൊതു രീതി ഇതായിരിക്കെ നമുക്ക് രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങളും ഇടപെടലുകളും അസാമാന്യമായ അധികാരപരിധിയിൽ നിന്ന് അധികാരമുള്ള ഒരു ഏജൻസിയുടെ അമിതമായ കടന്നുകയറ്റം എന്ന നിലയ്ക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെ അത് സംഭവിക്കുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ മുൻചെയ്തികളെല്ലാം വിലയിരുത്തിക്കൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഈ കേസിൽ വിശ്വാസ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്താം. വേണേൽ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന്. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട്. എങ്കിൽ പിന്നെ ഇത് വിശ്വസിക്കൂ എന്ന് പറയാൻ വീണ ഇതുവരെ നമുക്ക് മുന്നിലെത്തിയിട്ടില്ല. എങ്കിൽ ഇത് വിശ്വസിക്കൂ എന്ന് എക്സാലോജിക്ക് നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് വീണയുടെയോ എക്സാലോജിക്കിൻ്റെയോ പക്ഷം പിടിക്കാനും പറ്റില്ല. കാരണം അവർ വിശദീകരിക്കേണ്ട ഈ കാര്യം. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സമ്പൂർണ്ണമായി പറഞ്ഞുകൊണ്ട് ഇത് പാർട്ടി പ്രതിരോധിക്കും എന്നുള്ള വാർത്തകൾ സമാന്തരമായി വന്നുകൊണ്ട്, അല്ലെങ്കിൽ AK ബാലനെ പോലെയുള്ളവർ നിരന്തരം ഇറങ്ങി പോരാടിക്കൊണ്ട് ഇത് പാർട്ടി പ്രതിരോധിക്കേണ്ട ഒരു വിഷയമാണെന്നുള്ള പ്രതീതി ഒരു ഭാഗത്ത് സൃഷ്ടിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരല്ല ഈ വിഷയത്തിൽ വിശദീകരണം നടത്തേണ്ടത്. വീണ ടി ഒരു ബിസിനസ്സുകാരിയാണ്. അവർക്ക് അതിന് പറ്റും. കാരണം അവർ ചെയ്ത കാര്യങ്ങളാണ്. അവർക്ക് ആ ബിസിനസ് എങ്ങനെയാണ്, എൻ്റെ ബിസിനസ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ മാധ്യമങ്ങളോട് നേരിട്ട് വന്ന് സംസാരിക്കുന്നത് കൂടുതൽ കുഴപ്പമാകുമെങ്കിൽ അവരൊരു കുറിപ്പായി, വാർത്താക്കുറിപ്പായി, അല്ലെങ്കിൽ ഒരു പ്രസ് റിലീസായി മാധ്യമങ്ങൾക്ക് കൊടുക്കണം. അവരുടെ സ്ഥാപനം, അതായത് എക്സാലോജിക്ക് ഇതാ പ്രതികരിക്കുന്നു എന്നുള്ളത്. നമ്മളിവിടെ ഈ CPM-ൻ്റെ പ്രതികരണമല്ലല്ലോ നമ്മൾ കാത്തിരിക്കുന്നത്. CPM ഇത് പ്രതികരിക്കും തോറും CPM ആണിത് പ്രതിരോധിക്കേണ്ടത് എന്നുള്ള ബോധ്യത്തിലേക്ക് CPM പാർട്ടി ചെല്ലും തോറും ഇതിനകത്ത് സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കീ കൊടുത്ത് ഇറക്കുന്നവരോ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ പതുക്കെ എത്തിക്കാൻ പറ്റും. ഇത് യഥാർത്ഥത്തിൽ അവരുടെ പ്രതികരണം വന്നാൽ ഈ എല്ലാ കാരണം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ സംശയിക്കാമെന്നുള്ള നിലനിൽക്കെ തന്നെ വെറുതെ അങ്ങനെ സംശയിക്കാനാവാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ പൂർണ്ണമായി അങ്ങനെ വീണയെയോ എക്സാലോജിക്കിനോ വിശ്വസിക്കാവുന്ന ഒരു സാഹചര്യം
സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രശ്നവും ഇവിടെ നിലനിൽക്കുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇത് വളരെ കൗതുകകരമായ രീതിയിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ലാവ്ലിൻ കേസിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ കേസിൻ്റെ ഗതി പോകുന്നത്, ഇതിൻ്റെ രീതി പോകുന്നത്. അതൊക്കെ കൊണ്ട് പിന്നെ അന്ന് ഈ മുമ്പ് പിണറായി വിജയൻ പറഞ്ഞ ലാവ്ലിൻ കേസിലടക്കം പ്രതിരോധിക്കുകയും പിന്നെ നിരന്തരം മാധ്യമങ്ങളോട് ചോദ്യം ചെയ്യുകയും ചെയ്ത വിഷയമുണ്ട്. വാസ്തവമാണ്, പിണറായി വിജയൻ പറഞ്ഞത് തന്നെയാണ് അതിനകത്ത് വസ്തുത. കമല ഇൻ്റർനാഷണലിലടക്കമുള്ള പല വാർത്തകളും വന്നതാണ്. അതൊക്കെ എന്തായി എന്ന് പിണറായി വിജയൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എക്സാലോജിക്ക് ഉള്ളതാണ്, ലേക്കർ ഇന്ത്യ ഉള്ളതാണ്. ഇതെല്ലാം കമ്പനികളായി നിലനിൽക്കുന്ന സംവിധാനങ്ങൾ തന്നെയാണ്. അതിൽ കമ്പനികളുടെ വേർഷനാണ് വേണ്ടത്, പിണറായി വിജയൻ്റെയോ പാർട്ടിയുടെയോ ഒന്നും വേർഷനല്ല അതിൽ സത്യത്തിൽ വേണ്ടത് എന്നുള്ള പ്രശ്നമുണ്ട്. അല്ല, ഞാൻ ഇടപെടാതെ കേട്ടോണ്ടിരുന്നത് എനിക്കിത് നല്ല ബോറടിയുണ്ട്. ഇതിങ്ങനെ എപ്പോഴും ഒന്നെന്താണെന്ന് വെച്ചാൽ ഈ ED എന്ന് പറയുന്നത് ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളെ സംശയിക്കുന്ന ഒന്നും രാജ്യദ്രോഹ കുറ്റമായിട്ട് ഇതുവരെ രാജ്യത്ത് നിലവിൽ വരാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇവരെ സംശയിക്കുന്നുണ്ട്. കാരണം ED നമ്മളെ മാധ്യമപ്രവർത്തകർ മണ്ടന്മാരാണ് എന്നാണ് അവരുടെ ഒരു വിചാരം എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈ പല കേസുകൾ കേട്ടിട്ട് മാധ്യമപ്രവർത്തകരെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് ഇവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നല്ല തോന്നൽ എനിക്കുണ്ട്. അതായത് ഈന്തപ്പഴത്തിൽ പിന്നെ സ്വർണം കടത്തി, ഖുറാനിൽ സ്വർണം കടത്തി, ആ വാഹനം തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഓടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള കഥകൾ അവർ പറഞ്ഞിട്ടോ പറയാതെയോ മാധ്യമങ്ങളൊക്കെ വന്നത്. ബിരിയാണി ചെമ്പിൽ എനിക്ക് നേർക്കുനേർ അറിയാവുന്ന KT ജലീലുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഞാൻ ഇതുപോലൊരു ചർച്ചയിൽ പറഞ്ഞാണ്. പിന്നെ EDയുടെ നിരവധിയായിട്ടുള്ള അവരുടെ കേസ് ഹിസ്റ്ററി, എത്ര കേസ് എടുക്കുന്നു, ആ കേസ് എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഈ കാര്യങ്ങളെ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഹർഷം പറഞ്ഞതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ അല്ലാതെ ഇതിനെ നമ്മൾ ഉടനടി ED പറയുന്ന എല്ലാം ഇതാ ശരിയാണ് എന്ന് പറയാൻ എന്തായാലും പറ്റുന്ന കാര്യമല്ല. ED വാർത്താക്കുറിപ്പ് ഇറക്കുന്നു, പ്രസ് റിലീസാണ്, സ്വാഭാവികമായിട്ട് നമ്മൾ വാർത്തയും കൊടുക്കും. അതിനകത്ത് പക്ഷേ ED പറയുന്ന കാര്യങ്ങളെ സംശയിക്കുന്നുണ്ട് എന്ന് പറയുകയും വേണം. പക്ഷേ അപ്പോഴും ഹർഷം പറഞ്ഞതുപോലെ ഇതിനകത്ത് ഈ വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന വ്യക്തി അവരുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്ക് എന്തുകൊണ്ടാണ് ഇതേക്കുറിച്ചൊന്നും പറയാത്തത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് അന്തരീക്ഷത്തിലുണ്ട്. ഇപ്പോൾ ഒരുപക്ഷേ കേസ് ഒന്നുകൂടെ മുറുകിയത് കൊണ്ടും റെയ്ഡ് നടന്നുകൊണ്ടൊക്കെ ഇപ്പോൾ ഒരു കോടതി അല്ലെ മറ്റു നടപടികളിലേക്കൊക്കെ പോകുന്നത് കൊണ്ട് ഇപ്പോൾ അവർക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നേരത്തെ അവർക്ക് പറയാവുന്ന ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. അതവരാരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്നൊരു കമ്പനി പുതുതായിട്ട് അന്തരീക്ഷത്തിലേക്ക് വരികയാണ്. അതിനെയും സത്യം പറഞ്ഞാൽ എനിക്ക് EDയോടാണ് സംശയം. ED വന്നിട്ട് റെയ്ഡ് നടത്തുന്നു, ഈ കേസ് ഒരുപാട് കാലമായിട്ട് അന്വേഷിക്കുകയാണ്, എന്നിട്ട് EDക്ക് ഒരു കമ്പനി ഉണ്ടെന്ന് ഇപ്പോഴാണ് അത്ര കണ്ടെത്താൻ പറ്റിയത്. എനിക്ക് ആ EDയുടെ ഒക്കെ അന്വേഷണ രീതിയിലൊക്കെ നല്ല അതാണ് അന്ന് മുഹമ്മദ് റിയാസ് പറയുന്നു. അപ്പോൾ എന്താണെന്ന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടെത്താൻ ഇത്ര വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ED എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നൊരു മഹാസംഭവം, ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സകലമാന അധികാരമുള്ള, സകല പേപ്പർ നോക്കാവുന്ന അധികാരമുള്ള ഒരു സംഗതി ഇങ്ങനെയൊരു പ്രമാദമായ കേസ് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് നടത്തുമ്പോൾ അവരുടെ പേരിലൊരു കമ്പനി ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ഇപ്പോഴാണ് കണ്ടെത്തുക. അതായത് ഈ എപ്പിസോഡായിട്ടാണോ ഇത് അന്വേഷണത്തിൽ ഓരോരോ കണ്ടെത്തലുകൾ വരിക? എനിക്ക് പ്രവചിച്ച് ഈ RDXൽ ഇങ്ങനെ ഒരു ശീലം വന്നുകൊണ്ടാണെന്ന് ഹർഷം വിചാരിക്കരുത്. പക്ഷേ എന്നാലും ഞാൻ പ്രവചിക്കാം, ഇവർ ഈ അടുത്ത ലോക്സഭാ ഇലക്ഷൻ ആകുമ്പോഴേക്കും ഒരു 3, 4, 5 പ്രസ് റിലീസ് കൂടെ ഇവരിങ്ങനെ ഇറക്കും. ഈ എപ്പിസോഡിക്കായിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ ഹർഷം പറഞ്ഞതുപോലെ ഇവരെന്തുകൊണ്ട് ഈ കാര്യത്തെ വിശദീകരിക്കുന്നില്ല? പിന്നെ ഇത് പരമാവധി മൂത്ത് അവരുടെ അച്ഛനിൽ നിന്ന് മാറിയിട്ട് അവരെ ഭർത്താവിലേക്ക് പോയിട്ട് ഭർത്താവ് വഴി CPM പ്രതിരോധിച്ചു കൊള്ളട്ടെ എന്ന മട്ടിലേക്ക് അവർ മിണ്ടാതിരിക്കുകയാണോ? ഇത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ അന്തരീക്ഷത്തിലേക്ക് വരുമല്ലോ. ഇപ്പോൾ ലേക്കർ ഇന്ത്യ അദ്ദേഹത്തിൻ്റെ PA മുഹമ്മദ് റിയാസിൻ്റെ പിന്നെ തെരഞ്ഞെടുപ്പിന് കൊടുത്തിട്ട് രേഖകൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നു. അദ്ദേഹം നടന്ന ബിസിനസ്സാണോ അത്? അങ്ങനെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഒരു ബിസിനസ് നടന്നതായിട്ട് അല്ല, അത് ഭാര്യയുടെ പേരിലുള്ളതാണ്. ഭാര്യയുടെ പേരിലുള്ളതാണ്. എന്നാൽ അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്താണ് അതിൻ്റെ കമ്പനി? ഈ പറയുന്ന മുഹമ്മദ് റിയാസ് പറയണം, നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. അദ്ദേഹത്തിന് പറയാവുന്ന കാര്യം, അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ്, അദ്ദേഹത്തിന് പറയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയട്ടെ. പക്ഷേ ഇവരൊരു ഇങ്ങനെ സംസ്ഥാനത്തെ 3.25 കോടി ജനത എന്ന് എപ്പോഴും ഞാൻ പറയാറുള്ളത്, ഈ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചകളെ ആകെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരിക്കുക എന്തുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്നൊരു വിശദീകരണം അവരുടെ അഭിഭാഷകൻ്റെ പേരിലെങ്കിലും വരുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഇപ്പോൾ ഇവിടെ നിലനിൽക്കും. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന ഡിജിറ്റൽ ഡിവൈസിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടി. എന്തിൻ്റെയാണ്? സിം കാർഡിൻ്റെ ഫോട്ടോ. പിന്നെ പറയുന്നത് നേരെ ഒറ്റ ചാട്ടാണ്. ഈ സിം കാർഡ് വെച്ചിട്ട് വൈഫൈ കണക്ട് ചെയ്തിട്ട് വിദേശത്തേക്ക് വിളിച്ച് അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല മൊബൈൽ ഫോൺ കാണുന്ന ഒരു സിം കാർഡിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവരെങ്ങനെയാണ് അത് കണ്ടെത്തിയത് എന്ന് വെച്ചാൽ അതിനകത്തുള്ള EMI നമ്പർ വെച്ചിട്ടൊക്കെ അന്വേഷിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഒരു പിടിയില്ല, എനിക്കറിയില്ല. നമ്മുടെ ചെറിയ ബുദ്ധി വെച്ചിട്ട് മാധ്യമപ്രവർത്തകരുടെ ഭാവനയ്ക്ക് വിട്ടിരിക്കുകയാണ്. പകുതി ഇതിലിപ്പോൾ വർക്കാവുന്നത് പകുതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാവനയും പകുതി മാധ്യമപ്രവർത്തകരുടെ ഭാവനയും ആണെന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അതാണ് അതിൻ്റെ പ്രശ്നം. അതായത് നമ്മൾ മണ്ടന്മാരാക്കിയിട്ട് മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തിട്ട് ബാക്കി നിങ്ങളങ്ങ് പൂരിപ്പിച്ചോ എന്ന മട്ടിൽ ഇവർ ചെയ്യുകയാണോ എന്ന് എനിക്ക് നന്നായിട്ട് സംശയമുണ്ട്. അതായത് അങ്ങനെ സംശയിക്കുന്നത്
രാജ്യദ്രോഹ കുറ്റമാണെങ്കിൽ നമ്മളത് ചെയ്യുമെന്ന് ഒന്നുകൂടെ ആലോചിക്കും. പക്ഷേ ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റമല്ല, ED സംശയിക്കുകയും എതിർക്കുകയൊക്കെ ചെയ്യാവുന്ന നില രാജ്യത്തുള്ളത് കൊണ്ടാണ്. ഈ കാര്യം അറിയുന്നതുകൊണ്ടായിരിക്കണം കെ മുരളീധരൻ ഓണം ബമ്പറിൽ കാത്തിരിക്കുന്നവരായത് ഈ കാര്യം അറിയാവുന്നതുകൊണ്ടായിരിക്കും കെ മുരളീധരൻ ഇത് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് CPM 35 സീറ്റ് മാത്രമുണ്ട്, ഇടതുപക്ഷത്തിനാകെ അങ്ങേയറ്റം ദുർബലമായിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് CPM മാത്രം ഇങ്ങനെ അടിക്കുന്നു? സത്യത്തിൽ നിങ്ങൾ പറഞ്ഞ ലോജിക്ക് അനുസരിച്ചായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPM അടിച്ചതുപോലെയാണെങ്കിൽ ഇപ്പോൾ BD സൈസിനെയും കോൺഗ്രസിനെല്ലാം അറ്റാക്ക് ചെയ്യേണ്ടതെന്ന ചോദ്യം സ്വാഭാവികമായിട്ട് വരും. അതിനുള്ള ഒറ്റ കാര്യമുള്ളൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായത് എന്താണ്? അവരുടെ മേലുള്ള വിശ്വാസ്യത നഷ്ടമാണ്. അവരുടെ മുകളിൽ കേരള ജനതയ്ക്ക് വിശ്വാസ്യതയ്ക്ക് ഇടിവുണ്ടായി. അതുകൊണ്ടാണല്ലോ ഈ നിലയിലേക്ക് താഴേക്ക് വന്നത്, അതുകൊണ്ടുകൂടിയാണല്ലോ. അപ്പോൾ അതെല്ലാവർക്കും ഇപ്പോൾ അറിയാം. ആ വിശ്വാസ്യതയെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്ന സംഗതി രാഷ്ട്രീയമായിട്ടുണ്ട്. ED അത് ചെയ്യുകയാണോ എന്ന് സംശയിക്കുന്നതെന്ന് കുറ്റം പറയാൻ പറ്റുമോ? CPMനെയും അവർക്കൊപ്പം നിൽക്കുന്ന ആളുകളെയും ED അത് ചെയ്യുകയാണ്. അതായത് ഇവരുടെ വിശ്വാസ്യതയെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, ഇവർ വമ്പൻ പണം കടത്തുകാരാണ് എന്ന് സ്ഥാപിക്കുക, ഇവർ ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ മകൾക്ക് ചെയ്തു കൊടുത്തിരിക്കുകയായിരുന്നു എന്ന് സ്ഥാപിക്കുക, അന്തരീക്ഷത്തിലേക്ക് നിക്ഷേപിക്കുക. എന്നിട്ട് ഇവരുടെ കാര്യം തീർത്തതിന് ശേഷം അതിലേക്ക് പോയാൽ മതി. കെ മുരളീധരന് ഞാൻ ചിലപ്പോഴൊക്കെ ഈ മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തെ അഭിനന്ദിക്കാനോ അദ്ദേഹത്തെ പറ്റി നല്ല വാക്ക് പറയാനോ അവസരം കുറവേ കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ബുദ്ധിയില്ലാത്ത ആളല്ലല്ലോ. ഇപ്പോൾ കെ മുരളീധരനെ മനസ്സിലായി, അതായത് ഇവരുടെ കാര്യം തീർത്തതിന് ശേഷം അടുത്തായിട്ട് വരുന്നത് എന്തായിരിക്കും? കാരണം ഇവരുടെ കയ്യിലെല്ലാം കിടക്കുകയാണ്. ഹർഷൻ നേരത്തെ അത് പറഞ്ഞില്ലെങ്കിലും 142 കോടി അല്ലേ, 182 കോടി, അതിൽ 2.5 കോടി ഈ വീണക്ക് കൊടുത്തതിന് ശേഷം വാഴയ്ക്ക് 140-138 കോടി രൂപ, 180 മുകളിൽ കോടി രൂപ ഇങ്ങനെ കൊടുത്തായിട്ട് പേപ്പർ ഈ പറയുന്ന ഇനീഷ്യൽസ് ഉണ്ട് അവിടെ. ആ ഇനീഷ്യൽസ് ആരാണ്? എല്ലാവർക്കും അറിയാം, UDFലെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ട്. അവിടേക്കങ്ങ് ചെന്നാൽ മതി എന്നുള്ള കാര്യം നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ നിന്ന് ആ തരത്തിലുള്ള കാര്യങ്ങളിൽ ഇങ്ങനൊരു സംഗതി വരാത്തത്. ഇപ്പം അത് അവർക്കറിയാവുന്ന രാഷ്ട്രീയക്കാർക്ക് ഇക്കാര്യത്തിൽ, പിന്നെ ചില ആളുകൾ വിചാരിക്കും അത് അന്നേരം നോക്കാമല്ലോ, അത് അന്നേരത്ത് വന്നു കഴിഞ്ഞാൽ അന്നേരത്ത് നോക്കാം എന്ന് വിചാരിക്കും. പിന്നെ ചില ആളുകൾക്കാണെങ്കിൽ ഈ പേരുള്ള ആളുകൾക്കല്ലേ ബുദ്ധിമുട്ടുള്ളൂ, കോൺഗ്രസ് അല്ലേ പാർട്ടി, പേരുള്ള ആളുകൾക്കല്ലേ ഹർഷ ബുദ്ധിമുട്ടുള്ളൂ. പേരുള്ള ആളുകൾ അങ്ങോട്ട് മാറിയാൽ നമുക്കൊരു സൗകര്യം ഉണ്ട് അക്കാര്യത്തിൽ വിചാരിക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ കെ മുരളീധരൻ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് മറ്റു നേതാക്കൾ ഇത് ഇക്കാര്യത്തിൽ സംശയം വെച്ച് പറയാത്തതെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ആണ് പാർട്ടി എന്ന് നമ്മൾ കണ്ടോളണം. അപ്പോൾ ഇതിനകത്ത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതെല്ലായ്പ്പോഴും ഈ പറയുന്ന ED ഇവിടേക്ക് വന്ന് നടത്തിയിരിക്കുന്ന സ്വന്തമായിട്ട് ഓഫീസും ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് വീടെടുത്തിട്ട് ഓഫീസിന് ചുറ്റും ഈ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ മാത്രം കറങ്ങി നടന്നിട്ടും എന്ത് കേസാണ് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റിയത്? പിന്നെ രാഷ്ട്രീയമാണിത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ മാധ്യമപ്രവർത്തകരെ ശരിയല്ലാത്ത വിധത്തിൽ ഇവർ ഉപയോഗിക്കുകയാണോ എന്ന് പലർക്കും സംശയം വരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക്, മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ സംശയം വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ പുനർജനി പദ്ധതി ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ളൊരു കേസ് നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എല്ലാവർക്കും അറിയാമല്ലോ, ആ കേസ് ഈ സർക്കാർ റദ്ദാക്കി. അതിനകത്ത് കാര്യമൊന്നുമില്ല എന്ന് കണ്ടിട്ടാണ് അവർ റദ്ദാക്കിയത്. മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അതിൽ കാര്യമില്ല എന്ന് കണ്ടെത്തുകയും അന്വേഷണ ഏജൻസി അക്കാര്യം അങ്ങ് ഒഴിവാക്കുകയും ചെയ്തു. പക്ഷേ അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനൊരു കേസ് പ്രതിപക്ഷ നേതാവും MLAയും ആയിരിക്കെ വിദേശത്ത് പോയിട്ട് പണം സംഭാവന സ്വീകരിച്ചു, അത് ശരിയല്ലാത്ത വഴിയിലൂടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട രീതിയിലൂടെ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഇത് CPMൻ്റെയോ CPIയുടെയോ നേതാക്കൾക്കെതിരെ ആയിരുന്നുവെങ്കിൽ, CPIയുടെ കാര്യത്തിൽ എനിക്കറിയില്ല, CPMൻ്റെ നേതാക്കൾക്കെതിരെ ആയിരുന്നെങ്കിൽ ഉടനടി ED ഇങ്ങനെ ചാടി വീണാനല്ലേ. ED അപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് ഇതാ അതിൻ്റെ ഡീറ്റെയിൽസ് നിന്ന് തന്നേക്ക് എന്ന് പറഞ്ഞ് ചെല്ലില്ലേ, അവിടെ ചെന്നിട്ടില്ല. പിന്നെ PC ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞു പൂഞ്ഞാറിലേക്ക് 4 കോടി രൂപ വന്നിട്ട് ഈ നേതാക്കളെല്ലാം കൂടി അടിച്ചു മാറ്റിയെന്ന് PC ജോർജ് പറഞ്ഞു. PC ജോർജ് മുതിർന്ന നേതാവാണ്. ഒരു മണ്ഡലത്തിലേക്ക് 4 കോടി രൂപ, അതും പൂഞ്ഞാറ് പോലെ ഇങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ 4 കോടി രൂപ. അപ്പോൾ 140 മണ്ഡലങ്ങൾ അവർ മത്സരിച്ചു. എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്? പാർട്ടിക്കകത്ത് നിന്ന് തന്നെയും ഈ പറയുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും വന്നിട്ട് ഈ ആരോപണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അവർ തന്നെ സമിതിയെ വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ വന്നു ഈ പണം? സ്വാഭാവികമായിട്ട് പണത്തിൻ്റെ ഒഴുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം ഇത് CPMനകത്താണ് സംഭവിച്ചെങ്കിൽ PC ജോർജിനെ പോലെ ഒരാൾ വന്നിട്ടാണ് ഈ പറയുന്നതെങ്കിൽ ചാടി വീടില്ലേ? അപ്പോൾ ഇതെല്ലാം ഇവർ ചെയ്യില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. PC ജോർജ് ഇപ്പോൾ ആ പാർട്ടിയിലായതുകൊണ്ട് ആ അന്വേഷണമൊന്നും വരുന്നില്ല എന്ന് കൂട്ടിയാൽ മതി. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ, പുനർജനിയുടെ കാര്യത്തിൽ ഈ പറയുന്ന ഇവർ അന്വേഷണം നടത്തേണ്ടതില്ല, അവരുടെ റഡാറിൽ അതില്ല എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവരുടെ സമയമായിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം ഹർഷം പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെയാണ് ഞാൻ വരുന്നത്. ഇതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കേസാണ്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു, ആണ് ഇപ്പോഴും കേരളത്തിലെ. CPMൻ്റെതായിട്ട് 2 തവണ മുഖ്യമന്ത്രിയായിട്ട് ബാക്ക് ടു ബാക്ക് ആയ ചരിത്രമാണത്. അങ്ങനെ ഒരാൾ പറയണ്ടോ? ഇല്ല. 2 തവണയായിട്ട് ബാക്ക് ടു ബാക്ക് 10 വർഷം ഭരിച്ച കേരളത്തിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ മകള് അത്രയ്ക്ക് നല്ല ഇതെന്ന്, അല്ലെങ്കിൽ ആ തരത്തിൽ മാധ്യമ വിമർശനങ്ങളും മറ്റുമൊക്കെ അന്തരീക്ഷത്തിലുള്ള ഒരാളിൽ നിന്ന് എന്തിന് പണം സ്വീകരിച്ചു? ആ പണത്തിന് മതിയായിട്ടുള്ള പ്രവർത്തനം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കേസ് ഉണ്ടായത്? എന്നൊക്കെ വെച്ചിട്ടുള്ളൊരു വിശദീകരണം വരാത്തത് എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിശദീകരിക്കാനാകാത്തതെന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഉറപ്പായിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ED എല്ലാം ശരിയാകുന്നു എന്നല്ല, പക്ഷേ അതുകൊണ്ട് ഇവർ ആകപ്പാടെ
എന്തുകൊണ്ട് വിശദീകരിക്കില്ല എന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം. ഇപ്പോൾ അവർക്ക് രണ്ട് ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ എന്ന ഉത്തരവാദിത്തം അവർക്കുണ്ട്. അതൊരു ധാർമ്മിക ഉത്തരവാദിത്തം മാത്രമാണ് കേട്ടോ വിശദീകരിക്കേണ്ടത്. ബാക്കി അവർക്ക് അവരുടെ കേസ് ഇങ്ങനെ നടത്തിയാൽ, ഞാൻ പ്രൈവറ്റ് പേഴ്സണാണ്, എനിക്ക് എൻ്റെ കേസ് ഇങ്ങനെ നടത്താൻ എന്നെ സൗകര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ എന്ന നിലക്കും ഇപ്പോൾ ഇതേ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗമായിട്ടുള്ള മുൻ മന്ത്രിയുടെ ഭാര്യ എന്ന നിലയിലും അവരുടെ ഈ കമ്പനിയൊക്കെ രൂപീകരിക്കുന്നതിൽ അവരുടെ അഡ്രസ്സ് തന്നെയും ഈ പാർട്ടിയുടെ ആസ്ഥാനമാണെന്ന് കേൾക്കുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ അധികമായിട്ടുള്ളൊരു ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. അതവർ വിശദീകരിക്കാത്ത എന്താണെന്ന് അവർ ഇന്നല്ലെങ്കിൽ നാളെ പറയേണ്ടതായിട്ട് വരും. CMRL എക്സാലോജി കേസിലെ വിദേശ പണമിടപാടുകളിൽ വിശദമായ അന്വേഷണത്തിനാണ് ED തയ്യാറെടുക്കുന്നത്. ജീവിത പങ്കാളിയും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്റർനെറ്റ് അധിഷ്ഠിത കോളുകൾ നടത്തുന്നതിനായി മറ്റൊരാളുടെ പേരിൽ സിം എടുത്തുവെന്നും ED ആരോപിക്കുന്നുണ്ട്. കേസിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അമിതാവേശം കാണിക്കുകയാണെന്നും ആരോപണമുണ്ട്. CMRLുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ച കേസ് വഴിമാറി സഞ്ചരിക്കുകയാണോ എന്ന് വിമർശിക്കുന്നവരും നിരവധിയാണ്. വീണയുടെ കൈപ്പടയിലുള്ള ഡയറിയിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത് എന്നാണ് EDയുടെ അവകാശവാദം. മറ്റു വരുമാന സ്രോതസ്സുകളില്ലാത്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയ വ്യക്തിക്ക് കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെ നടത്താനാകുമെന്നാണ് പ്രധാനമായും ED ഉയർത്തുന്ന ചോദ്യം. എന്തായാലും CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ് മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് എന്ന് വ്യക്തമാണ്. കേസിൽ എന്താകും തുടർ നടപടികളെന്നും PA മുഹമ്മദ് റിയാസ് EDയുടെ ചോദ്യമുനയിലേക്ക് എത്തുമോ എന്നും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.